ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പറശ്ശിനിക്കടവ് പോകുന്ന വീഡിയോ കേട്ടോ. ഇടാൻ കുറച്ച് ലേറ്റായി, നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയില്ല. അങ്ങനെ അതാ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. നമ്മൾ പകുതി എത്തിയ സമയത്താണ് ഫുഡ് കഴിക്കാൻ കയറിയത്. നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടൊന്നുമില്ല, അവിടെ എപ്പോൾ പോയാലും കൊടുക്കാൻ പറ്റും തോന്നുന്നു. അതുകൊണ്ട് പിന്നെ അതാ ജേക്കുട്ടി രാവിലെ തന്നെ എണീച്ച ക്ഷീണത്തിലാട്ടോ നോക്കുന്നത്. അങ്ങനെ അതാ നമ്മൾ ഫുഡൊക്കെ വാങ്ങി. ഞാൻ പൂരി മസാല വാങ്ങി, ഏട്ടനും അച്ഛനും ദോശ വാങ്ങി, അമ്മ വെള്ളയപ്പം വാങ്ങി. അങ്ങനെ അതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. കടേൻ്റെ പേര് ഞാൻ മറന്നു ഏതാണെന്നുള്ളത്. ജേക്കുട്ടിക്കാണെങ്കിൽ രാവിലെ തന്നെ എണീച്ചിട്ടുള്ളൊരു ഹാങ് ഓവറാന്ന് തോന്നുന്നു. അവളിങ്ങനെ അന്തപ്പെട്ടിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ കാറൊക്കെ പാർക്ക് ചെയ്ത് അതിന് ഇവിടെ എത്തി. ഇവിടെ നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് ആയിട്ടാണ് കാറ് പാർക്ക് ചെയ്തത്. പിന്നെ അതുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോകണമായിരുന്നു. അങ്ങനെ അതാ നമ്മൾ എല്ലാവരും കൂടി നടന്നു പോവാണ്. ഈ സമയം എന്ന് പറയുന്നത് എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്, 8 മണിയല്ല 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ല രസമല്ലേ, ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി പോവാന്ന് പറയുന്നത്. ഇത് സ്റ്റെപ്പ് ഇറങ്ങാതെ നമുക്ക് അപ്പുറത്തെ സൈഡും പോവായിരുന്നു തോന്നുന്നു. ആ സൈഡിൽ കാറ് ആ ഭാഗത്ത് കാറ് നിർത്തിയിട്ടാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ആയിപ്പോയി കാറ് നിർത്തിയിട്ട്. അങ്ങനെ അതാ ഈ സമയത്തൊന്നും അധികം തിരക്കൊന്നും, ഈ പോണ വഴിക്കൊന്നും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ജേക്കുട്ടിക്ക് ഇവിടുന്ന് ചോറൂണുണ്ടായിരുന്നു. അതുകൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ട് ആണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അധിക പ്രാവശ്യം നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സ്പെഷ്യലാണ്, ജേക്കുട്ടീൻ്റെ ചോറൂണും കൂടി ഉള്ളതുകൊണ്ട്. അങ്ങനെ അതാ റെസീറ്റൊക്കെ ആക്കി ജേക്കുട്ടി മുത്തപ്പൻ്റെ അടുത്തുനിന്ന് ചോറ് കഴിക്കുന്നതാണ്. നമ്മൾ ഗുരുവായൂരിന്നും പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇതാ മുത്തപ്പൻ്റെ അടുത്ത് വന്നതാണ് ചോറൂണിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചോറൂണിന് കയറിയ സമയത്ത് ആരുമില്ലായിരുന്നു. പിന്നെ ഫുള്ള് തിരക്കായിപ്പോയി. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമുക്ക് ആ തിരക്കൊന്നും ഇതായിപ്പോയി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൊടുത്ത് ചോറൂണൊക്കെ കഴിഞ്ഞ് ജേക്കുട്ടീനെ കഴുകൊക്കെ ചെയ്തിട്ട് നമ്മളിത് കണ്ടോ ഫുള്ള്. അപ്പം അതിന് ശേഷം പിന്നെ ഫുള്ള് ആളായിപ്പോയി. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ നമ്മൾ ആലോചിച്ചത് ബോട്ടിങ്ങിനൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് അവിടെ കണ്ടപ്പം. അങ്ങനെ നമ്മൾ പ്രസാദ വിതരണത്തിൻ്റെ അവിടേക്ക് വന്ന് പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ നല്ലോണം തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലോണം തൊഴാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ ആദ്യം ഈ വലിയ ബോട്ടിലാണ് കയറിയത്. പക്ഷെ അതിൽ ഫുള്ളാവാതെ ആ ബോട്ട് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു ഫാമിലിയും കൂടി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറി. ഇത് നല്ല രസമായിരുന്നു ഇതിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ജേക്കുട്ടി ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല രസമായിരുന്നു ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിങ്ങനെ കാണുക എന്ന് പറയുന്നൊരു വൈബ് തന്നെ, എന്താ ഒരു പ്രത്യേക ഫീലായിട്ട് ഇങ്ങനെ മുത്തപ്പൻ്റെ ആ ഒരു അമ്പലം ഇങ്ങനെ കാണുക എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സ്നേക്ക് പാർക്കിലേക്ക് വന്നു. സാധാരണ മുത്തപ്പൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ഇവിടെ അധികം വരാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എപ്പം അവിടെ ചെന്നാലും നമ്മൾ ഇവിടെയും വന്ന് ഇതൊക്കെ കണ്ടിട്ടാണ് പോവൽ. എത്ര പ്രാവശ്യം കണ്ടാലും പിന്നെയും ആദ്യമായിട്ടൊരു കൗതുകമല്ലേ നമുക്ക് പിന്നെയും കാണുമ്പം. അങ്ങനെ നമ്മളിവിടെ വന്ന് എല്ലാം അപ്പോഴേക്ക് ജേക്കുട്ടി ഉറങ്ങിപ്പോയി. പക്ഷേ ഉറങ്ങിയില്ലെങ്കിൽ ഇതെല്ലാം കാണിച്ചെടുക്കുക, അതിനായിരുന്നു നമ്മൾ കാര്യമായിട്ട് വന്നത്. പക്ഷേ അവൾ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീച്ച ക്ഷീണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉണർത്തിയില്ല. ഉണരുകയാണെങ്കിൽ ഉണർന്നോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഇവിടുന്ന് കണ്ടിറങ്ങുന്നവരേ അവൾ ഉറങ്ങിയിരുന്നു. കാറിൽ ചെന്ന് ഇരുന്നപ്പോഴാണ് പിന്നെ എണീച്ചത്. അങ്ങനെ നമ്മളിതെല്ലാം നടന്ന് കണ്ട് എന്തെല്ലാം ഇവിടെ കാണാനുള്ളത്. എത്ര പ്രാവശ്യം കണ്ടാലും ഇതൊക്കെ പിന്നെ നമുക്കൊരു കൗതുകമല്ലേ ഇതെല്ലാം കാണാൻ. അങ്ങനെ എല്ലാവരും ഇവിടെ പിന്നെ അത്യാവശ്യം ആളുണ്ടായിരുന്നു തോന്നുന്നു. കാണാനൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. അങ്ങനെ ഞങ്ങളെല്ലാം ചുറ്റിക്കണ്ട്. പിന്നെ എനിക്ക് ചിലതൊക്കെ കാണാൻ എനിക്കൊരു പേടിയായിട്ട് ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി നിന്ന് നടക്കായിരുന്നു. ഇവരൊക്കെ പിന്നെ എല്ലാം കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടോ ജേക്കുട്ടി നല്ല ഉറക്കപ്പോഴും. പിന്നെ ഇവിടെയൊക്കെ ചുറ്റിക്കണ്ട് ഇങ്ങനത്തെ ഓരോ സ്റ്റാച്യൂസൊക്കെ ഇല്ലേ, അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ അപ്പോഴേക്ക് തന്നെ ഉച്ചയായിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട്, കാരണം 12 മണിക്ക് 12:30 നമ്മൾ ചോറൊക്കെ അവിടുന്ന് കഴിച്ചിട്ടല്ലേ, നല്ല വെയിലുള്ള സമയമാണ്. അപ്പം ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് നല്ല രസമില്ലേ കാണാൻ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. പിന്നെ ആരാണപ്പോൾ ഈ മേലേക്ക് കയറി വരുന്നതെന്നുള്ള രീതിയിൽ ഓരോന്ന് നിൽക്കുന്നത് കണ്ടില്ലേ.
അയ്യോ ഇതൊക്കെ ഓൾ ഉണർന്ന് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായി. പക്ഷേ അവൾ ഉറങ്ങിപ്പോയില്ലേ. അങ്ങനെ അതാ ഇവിടുന്ന് നമ്മൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് എത്ര 2:30-3 മണിയൊക്കെ ആയിക്കും തോന്നും ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ. പിന്നെ ഈ കട നെസ്റ്റു ഇവിടുന്ന് കുറച്ച് മിഠായികളൊക്കെ ഏട്ടനെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിച്ച്. പിന്നെ നല്ല നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഉപ്പിലിട്ടതും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് സമയമൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ പോകണം. ഭയങ്കര ചൂടായിരുന്നു. എന്താ പറയുക, നല്ല വെയിലുള്ള സമയമല്ലേ. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. ഇവിടെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ പുറത്ത് ഭയങ്കര, ഇവിടെ പിന്നെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ പലതരം ഫ്ലേവറിലുള്ള ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ഹൈവേ കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്തൊരു വെയിലാണ് അറിയുന്നത്. ഭയങ്കര ക്ഷീണമായിപ്പോയി വരുമ്പം തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.